കടന്നു വന്നപ്പോ കേട്ടൊരു അടിയന്തര പ്രമേയമുണ്ട്. ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്തൊരു ഗതികേടാണ് UDF-ന്. പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് എന്താണ് സമയം ചട്ടം പറഞ്ഞാൽ പറഞ്ഞോളാം. കാരണം നിലവിൽ ഭൂമി എന്താണ് പറയൂ. അതായത് ഇവിടെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ചട്ടം ഏത് പറയൂ. 307 എന്താണ് പറയൂ. അതായത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ നൌഷാദ് പറഞ്ഞത് അടിയന്തര പ്രമേയം 307 പറഞ്ഞല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസുണ്ടെന്നാണ്. ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൽനാടനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി. രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. വ്യാജമായി പറഞ്ഞതാണ്. വിജിലൻസ് കേസ് പരിശോധിക്കാനല്ല പറയാം. കേസിന്റെ നമ്പർ പറയാം. അഴിമതി നിരോധന നിയമപ്രകാരം BC 3/2024 ഇടുക്കി പോരെ. കേസ് നമ്പർ ഉൾപ്പെടെയുണ്ട്. അല്ല, അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് സർ. UDF എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണത്. 307 എന്താണ് പറയൂ. അതായത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ നൌഷാദ് പറഞ്ഞത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസുണ്ടെന്നാണ്. ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൽനാടനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി. വിജിലൻസ് കേസ് പരിശോധിക്കാനല്ല പറയാം. കേസിന്റെ നമ്പർ പറയാം. അഴിമതി നിരോധന നിയമപ്രകാരം BC 3/2024 ഇടുക്കി പോരെ. കേസ് നമ്പർ ഉൾപ്പെടെയുണ്ട്. എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്?